നമസ്കാരം. അപ്പൊ നമ്മള് യാത്രകൾ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തോരം യാത്രകളാണെന്ന് അറിയാമോ? മഞ്ഞു മൂടിയ ഒരു സ്ഥലത്ത് കൂടിയാണ് യാത്ര. മനോഹരമായ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ സീതത്തോട് എന്ന് പറയുന്ന ഒരു വനമേഖലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിലയ്ക്കൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. വനത്തിലേക്കാണ്, അതായത് നമ്മൾ ശബരിമല റോഡിൽ പ്ലാപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും യാത്ര ചെയ്ത് സീതത്തോടിലേക്ക് എത്തുന്നതിന് മുൻപ് ഇടത്തോട്ട് തിരിഞ്ഞ് നിബിഡ വനത്തിൽ കൂടി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റൂ. ആനയും കരടിയും കാട്ടുപോത്തും പുലിയും കടുവയും എല്ലാം ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒറ്റയ്ക്കൊന്നും ആരില്ല ആരും കേട്ടോ. ഡേഞ്ചർ ഫോറസ്റ്റ് ആണ്. ഞങ്ങൾ ടൂ വീലറിലാണ് വന്നത്. പക്ഷേ ടൂ വീലർ വരുന്നതൊക്കെ ഇച്ചിരി റിസ്ക് ആണ്. കോന്നി വനമേഖല, ശബരിമല, അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവ് എല്ലാത്തിന്റെ ഒരു ഭാഗമായ ഇവിടെ വനപ്രദേശമാണ്. നല്ല തെളിനീരുള്ള വെള്ളമാണ്. ഇവിടെ കുളിക്കാനൊന്നും പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് നിബിഡ വനപ്രദേശമാണ്. എന്തെങ്കിലും സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. സീതത്തോട് എന്ന് പറയുന്ന വനമേഖലയുടെ കാഴ്ചയിൽ ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണിത്. സിനിമകളിലെ മനോഹരമായ സീനുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. പല സിനിമകളിലും സീതത്തോടുണ്ട്. താഴോട്ട് പോകുന്തോറും മഞ്ഞിങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയുടെ കരയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആനകളൊക്കെ അപ്പുറത്ത് ചിഹ്നം വിളിക്കുന്ന പോലെയൊക്കെ ഒരു തോന്നലുണ്ടാകും. അത് തോന്നലല്ല, കറക്റ്റായിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളാ എന്ത് പറയാനാ, നമ്മുടെ സിനിമകളിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. നിലയ്ക്കൽ പള്ളിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ഫോറസ്റ്റ് റേഞ്ചിലാണ്. ഇവിടെയൊക്കെ പെർമിഷൻ എടുത്തിട്ടാണ് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പുറത്ത് ആനകളൊക്കെ ഇറങ്ങിയ ഒരു സ്ഥലമാണ്. എനിക്കിത് കാണുമ്പോൾ ഇറങ്ങി കുളിക്കണമെന്ന്, പക്ഷെ എൻ്റെ കൂടെ വന്ന കയ്യിൽ കുളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുളിക്കാത്തത്. എൻ്റെ തോർത്തൊക്കെയായിട്ടാണ് ഞാൻ വരുന്നത്. എന്തായാലും മഞ്ഞിതേ മൂടി വരുന്നത് കണ്ടോ, ഒരു രക്ഷയില്ല. വെള്ളാരം കല്ല് പോലെയുള്ള കല്ലുകളും അതുപോലെ വെള്ളിച്ചില്ലം വിതറി തുള്ളിത്തുള്ളി ഒഴുകും പാൽനുര ചിതറും കാട്ടരുവി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെയാണ്. മഞ്ഞിങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുനിന്നും മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പുറത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, കോട ഇങ്ങനെ ഇറങ്ങി വരുവാണ്. എന്ത് രസമാണ്. പക്ഷെ ഒരുപാട് നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡേഞ്ചർ ഫോറസ്റ്റ് ആണ്. എന്തായാലും സീതത്തോടിന്റെ മനോഹരമായ കാഴ്ചകൾ ധാരാളമുണ്ട്. ഞങ്ങൾ വന്ന വഴിയിലും കാഴ്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരും. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്നോളും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളും, ലൈക്ക് ചെയ്തോളും, ഷെയർ ചെയ്തോളും. പക്ഷേ ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ നിങ്ങൾ റിസ്ക് എടുത്ത് യാത്ര ചെയ്യരുത്. ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് വരണം. വനനിയമങ്ങൾ പാലിച്ച് വേണം വനത്തിലേക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ ഓക്കെ, അടുത്ത കാഴ്ചയിലേക്ക് പോകാം.